എൻ്റെ ഈ കയ്യിലുള്ള ബോട്ടിൽസൊക്കെ കണ്ടില്ലേ, ഇത് മുഴുവൻ ഡിഷ് വാഷ് ആണ് കേട്ടോ. വെറും 1 ലിറ്റർ ഡിഷ് വാഷ് വാങ്ങിക്കുന്ന പൈസക്കാണ് ഞാൻ ഇത്രയും ബോട്ടിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. താനിയ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊന്നും അടുത്ത് വരാതെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇളക്കുമ്പോൾ ഒരു വശത്തേക്ക് തന്നെ ഇളക്കാനും ശ്രദ്ധിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് 2 മണിക്കൂറും രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതുകൊണ്ട് രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് പരിപാടി കഴിയും. ഏകദേശം 8 ലിറ്ററോളം നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് സെയിൽ ചെയ്യുകയും ചെയ്യട്ടോ. അങ്ങനെയാവുമ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 12:30-1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിന് നല്ല സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൗഡറും കൂടി. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒഴിക്കരുത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. ഇത് എൻ്റെ ഏകദേശം എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഗതി സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ്. ഒട്ടും എണ്ണമയൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ പാത്രമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് കിറ്റുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. പിന്നെ അവരുടെ പേജും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. വേഗം പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ.